വീണയുടെ ഈ ഒരു എന്താ സെഷൻ കഴിയുമ്പോഴത്തേന് ഞാൻ ഉടനെ തന്നെ അമ്മാതിരി മോട്ടിവേഷൻ തരുന്നുണ്ട്. ഈ ബ്ലൗസിലുള്ള എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞോ ഡിസൈനർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് ഇതുണ്ടോ, അമ്മ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക. അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ഫോഴ്സ്ഫുള്ളി അഭിനയിക്കേണ്ടി വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ പുതിയ വ്ളോഗ് എന്ന് പറയുന്നത് മറ്റൊരു ഫോട്ടോഷൂട്ടാണ്. എന്നെ തല്ലരുത്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെയൊക്കെ എടുത്ത ഫോട്ടോഷൂട്ടുകൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ വളകാപ്പം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അത് കഴിഞ്ഞൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരാഗ്രഹം വന്നു. ഒരു പട്ടത്തി ബ്രൈഡായാൽ അല്ലെങ്കിൽ ഒരു പട്ടത്തി ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഈ പെണ്ണിൻ്റെ വേഷം കെട്ട് കുറച്ച് കൂടുതലാണല്ലോ എന്നല്ലേ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ഒക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഓരോ മോഹങ്ങൾ വരും. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ ക്രേവിങ്സിനും ഇത്തരം മോഹങ്ങൾക്കും നോ പറയരുതെന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ആ രീതിയിൽ ഒരു പട്ടത്തി ലുക്കിൽ ഒരുങ്ങുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്കറിയാം, ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ഇത് കണ്ടുമടുത്തു ഈ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ എനിക്കറിയാം. കാരണം ഫ്ലാറ്റാണ്, വേറെ പോകാൻ സ്ഥലമില്ല. ഒരുങ്ങാനിപ്പോൾ എവിടെ, വീട്ടിൽ തന്നെ ഒരുങ്ങുന്നതാണല്ലോ ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ഞാൻ വഴിയെ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ജ്വല്ലറി പതിവ് പോലെ നിയതി റെൻ്റൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെയാണ് എടുത്തേക്കുന്നത്. പിന്നെ സാരി ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു പട്ടത്തി ലുക്കിൽ പട്ടുസാരി എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ പരിണയ ബൈ പാർവതിയിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇനി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം അകത്തിരിപ്പുണ്ട്. കുറച്ച് നേരമായി അവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അവരെ ബോറടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് നേരിട്ട് ചെന്ന് ഒരുങ്ങി തുടങ്ങിയാലോ? ബാ. അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് പാർവതി. ഞാൻ ഇത്രയും മുന്നേ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ കോസ്റ്റ്യൂമും ഇന്നത്തെ മേക്കപ്പും എല്ലാം പാർവതിയുടെ വകയാണ്. കോസ്റ്റ്യൂമിൻ്റെ കാര്യം ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഇതാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്ന സാരി. ഇത് എൻ്റെ സാരിയല്ല, ഇത് ആരുടെ സാരിയാ? എൻ്റെ സാരി. ഈ ആർട്ടിസ്റ്റിൻ്റെ തന്നെ സാരിയാണ്. ഇനി ഈ ഇടാൻ പോകുന്ന ബ്ലൗസ്, ഈ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് കൊടുത്തു എന്നുള്ള ഒരേ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഈ കലാപരിപാടികളെല്ലാം ആരാ ചെയ്തത്? ഈ ആർട്ടിസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ആക്ച്വലി. അതായത് ഇതിനകത്ത് ഈ കുഞ്ഞു കാല് വരച്ചേക്കുന്നതും ഈ അമ്മയെ കൊണ്ടുവന്നേക്കുന്നതും ഒക്കെ. എനിക്ക് പട്ടത്തി ബ്രൈഡ് ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് എല്ലാ അലുക്കുലുത്ത സാധനങ്ങളും മാഡം എത്തിച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, എല്ലാ സാധനങ്ങളും ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. സാരി എത്തിയിട്ടുണ്ട്, ബ്ലൗസ് എത്തിയിട്ടുണ്ട്, ജ്വല്ലറി എത്തിയിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ഒരുങ്ങട്ടെ. നോ സ്റ്റെപ്പിലേക്ക് പയ്യൻ്റെ കയ്യിലേക്ക് നേരെ നോക്കി. ഓ മൈ ഗോഡ്, ഇത്ര ഈസി ആയിട്ട് ഇത് ആദ്യമായിട്ടാണ് ചെയ്തു തീർക്കുന്നത്. ഇത് സാധാരണ ഞാനൊരു കലാപരിപാടിയായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ലെൻസ് വെക്കുക, അതാണ് എൻ്റെ പ്രധാന പരിപാടി. ഈ ബ്ലൗസ് ഇത്രമാത്രം ഡിസൈൻ ചെയ്ത എൻ്റെ ഡിസൈനർ ഈ ബ്ലൗസിലുള്ള എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പറഞ്ഞോ ഡിസൈനർ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് ഇതുണ്ടോ, അമ്മ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുക. എന്നിട്ട് കുഞ്ഞു കാൽപാദങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുട്ടിയുടെ ഒരു അമ്മയാവാൻ പോവില്ലേ, അപ്പം ഇരിക്കട്ടെ ഇത്. എന്നിട്ട് കുട്ടി വളർന്ന് വലുതാകുമ്പോ ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ. അതെ, കൊച്ചു വളർന്ന് വലുതാകുമ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടി അമ്മേനെ ഒക്കെ നേരത്തെ ഉണ്ടാക്കി തന്നിരുന്നു, ഇതാണ് ആ പുറകിലിരിക്കുന്നത് എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോ ഏകദേശം മനസ്സിലായില്ലേ, എന്റെ മേക്കപ്പിന്റെ ഒരു പരിധി വരെയൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി മുടിയും കൂടെ ചെയ്താൽ മതി അല്ലേ പാർവതി? വളരെ പെട്ടെന്ന്, കമ്പാരിറ്റീവ്ലി വളരെ പെട്ടെന്ന് പാർവതി പണി തീർത്തു കേട്ടോ. ഞാൻ ഇരിക്കുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാൻ പോണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ. അതെ, മെയിനായിട്ട് ഈ ഗർഭിണികൾ എന്നോടൊന്ന് പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രശ്നമില്ല, എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും 3/4 മണിക്കൂർ കൂടുമ്പോഴും മൂത്രമൊഴിക്കാൻ പോകണം എന്നുള്ള ഒരു. എനിക്ക് തോന്നുന്നു വീണയുടെ ഈ ഒരു എന്താ സെഷൻ കഴിയുമ്പോഴത്തേന് ഞാൻ ഉടനെ തന്നെ ഗർഭിണിയാവും. അമ്മാതിരി മോട്ടിവേഷൻ തരുന്നുണ്ട്. അല്ല, സാധാരണ
ചിലർ പറയില്ലേ നമ്മളിങ്ങനെ എന്താ പറയാ എന്തായാലും അസുഖമുള്ളവരുടെ അടുത്ത് വന്നാൽ അസുഖം പിടിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ ഗർഭം പകരുന്നതാണോ? ഗർഭം പകരില്ല, വേണമെന്ന് വെച്ചാലേ നടപടിയാവുള്ളൂ. അപ്പോൾ അത് വേണമെന്ന് വെക്കാനുള്ള എല്ലാ മോട്ടിവേഷനും ഞാൻ കൊടുക്കുന്നുണ്ട്. കാലുവേദന, കൈവേദന, ഉറക്കമില്ലായ്മ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ഗർഭ മോട്ടിവേഷൻ എന്താ പറയാൻ പോകുന്നത്? അതെ, ഒരു ഗർഭകഥ. ഓക്കെ ഗൈസ്, എനിക്കൊരു പ്രശ്നം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ സാരി ഉടുക്കുമ്പോൾ മാത്രം എനിക്ക് ഭയങ്കര വയറുള്ളതായിട്ട് തോന്നും, അല്ലെങ്കിൽ എനിക്ക് അത്ര വയറൊന്നുമില്ല. ഇന്ന് സാരി ഉടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് എൻ്റെ വയറ് മനസ്സിലാക്കി വയറ് കുറച്ച് വലുതായിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും വയറില്ല ഗൈസ്. നിങ്ങൾക്കത് തോന്നുന്നുണ്ടോ? എന്നാലും ഞാൻ ബാക്കിയും കൂടെ തീർത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ. അവസാനവട്ട മിനുക്കുപണികളും കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്കൊരു പട്ടത്തി കുട്ടിയാകണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഏകദേശമൊക്കെ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൾ എത്തിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല ചേട്ടാ എന്നൊക്കെ ഉള്ളത് ഉണ്ടാവുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. അങ്ങനെയൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ്. ആക്ച്വലി ഞാൻ വളരെ ഹാപ്പി ആട്ടോ. ഞാൻ 101% ഹാപ്പിയാണ് മൊത്തത്തിലുള്ള എൻ്റെ ലുക്കിൽ. ഇനി ഈ ലുക്ക് എത്ര മറ്റേ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ പാർവതി സാരിയും അത് കഴിഞ്ഞ് മേക്കപ്പും എല്ലാം കഴിഞ്ഞ് പാർവതി വീട്ടിലേക്ക് പോവുകയാണ്. ഇതുവരെ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല കുട്ടി. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ച് ഇദ്ദേഹത്തിന് ഓക്കെ ആണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ടെൻഷൻ. അതെ, എന്തായാലും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച് പാർവതി. നമ്മൾ വീണ്ടും കാണും തീർച്ചയായിട്ടും. അപ്പൊ ബൈ പറഞ്ഞേക്കും. ലുക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ. ഒരു ഗർഭിണി ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് വരും. അപ്പം 4:15 എൻ്റെ ലഞ്ച് കഴിക്കുന്ന സമയമാണിത്. ബൈ ബൈ. അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പോയി. അടുത്ത റൗണ്ട് ഫോട്ടോഗ്രാഫേഴ്സ്. എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ബോറടിച്ച് ഉറങ്ങാൻ ശ്രമിച്ചു. ഞാൻ എഴുന്നേപ്പിച്ചു. ഇനിയും ബാ റെഡിയാവ്. കണ്ടന്റ് ക്ഷാമം കൊണ്ട് ഞാനൊരു കാര്യം വിചാരിച്ചു, ഇവനെ ഇരുത്തി കുറച്ച് നേരത്തേക്ക് ഈ ലുക്കിനെ കുറിച്ച് ഒന്ന് ഘോരം വർണ്ണിക്കാമെന്ന് ചിന്തിച്ചു. ഇവ എന്താ ഈ ലുക്കിനെ കുറിച്ച് പറയാനുള്ളത്? ആദ്യമായിട്ട് കണ്ടപ്പോൾ വളരെ യൂണിക്കായിട്ട് തോന്നി. പറഞ്ഞു പറയിപ്പിക്കാന്നുള്ള ആരും പറയുകയേ ഇല്ല. പുറകെ ജനലാണോ എന്താണെന്നൊക്കെ നോക്കണല്ലോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു വാവയും അമ്മയൊക്കെ ഉള്ളൊരു പ്രത്യേക ഡിസൈൻ. എനിക്ക് ഭാഗ്യം, എൻ്റെ ക്യാമറമാന്മാരെ എൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഒരുപാട് മനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ അങ്ങോട്ട് ചെല്ലട്ടെ. ബാ. എൻ്റെ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട്, എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ എത്തിയിട്ടുണ്ട്. ഇന്ന് ഇങ്ങോട്ട് വരണം എന്നുള്ളതുകൊണ്ട് പേടിച്ചിട്ട് ചേട്ടൻ ഇന്നലെ ഉറങ്ങാതിരുന്ന് വളകാപ്പിൻ്റെ എല്ലാ ഫോട്ടോസും കൃത്യമായിട്ട് അയച്ചു തന്ന ഫോട്ടോസിനെ കുറിച്ച് ബാക്കിയുള്ളവർക്ക് അയച്ചു കൊടുത്തപ്പോൾ എല്ലാവരും ഞെട്ടലോട് കൂടിയാണ് അത് സ്വീകരിച്ചത്. ഇത്രയും ഗംഭീരമായിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ. അടിപൊളിയായിരുന്നു ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേട്ടൻ എന്താ ഒളിച്ചിരിക്കണേ? നോക്കൂ, ഒളിച്ചിരിക്കാതെ കടന്നു വരും. ഇത് ചേട്ടൻ്റെ കുഞ്ഞു നടുക്കുള്ള 3 പേരിൽ നടുക്കുള്ള ആളാണ് ഈ കാണുന്നത്. ഹായ് ഹായ്. കണ്ടന്റ് ക്രിയേറ്ററുടെ ദീനരോധനങ്ങൾ കണ്ടോ സുഹൃത്തുക്കളെ? അഭിനയിക്കാൻ അറിയില്ലെങ്കിലും നമ്മൾ ഫോഴ്സ്ഫുള്ളി അഭിനയിക്കേണ്ടി വരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്കിങ്ങനെ ഇഷ്ടംപോലെ നമ്മളൊരിക്കലും വാങ്ങാൻ സാധ്യതയില്ലാത്തത്ര വില കൂടിയ സാരിയും മാലയും ഒക്കെ ഇടാം. ബട്ട് ദിസ് ഈസ് ദ ടാസ്ക്. അങ്ങനെ ഒരു റൗണ്ട് ഒരു 10-20 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിനി അടുത്ത ഒരു 20 ലക്ഷം രൂപയിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ.
നിങ്ങൾ വിചാരിക്കുക പതിവില്ലാതെ ഞാൻ എന്താ ജീവനെയും കൊണ്ട് വന്നേക്കണേന്ന്. ജീവനെ ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു കൊടുക്കാനായിരുന്നു. ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും യൂട്യൂബിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഭയങ്കര സിമ്പിളല്ലേ, സില്ലി അല്ലേ, പക്ഷെ ഒരു നല്ല പണിയാണെന്നൊന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ ജീവ? ഇപ്പം മനസ്സിലാവുന്നില്ലേ? നല്ല പണിയാണ്. നോക്കി നല്ല പണിയാണ്. അന്ന് കണ്ടല്ലോ അല്ലേ, നോക്കിയിരിക്കലും ഒരു പണിയാണ്. എന്തായാലും ബാക്കി ഡേ ഇൻ മൈ ലൈഫ് തീർക്കട്ടെ. രാത്രി സമയം ഇപ്പം എത്ര മണിയായിടാ? 7 മണിയായിട്ടേ ഉള്ളൂ. ഒരു 10 മണി വരെയാണ് ഡേ ഇൻ മൈ ലൈഫ്. നടക്കട്ടെ കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം 8 മണിയാവാറായി. എൻ്റെ കിളി പറന്നു തുടങ്ങി. ഏകദേശം ജോയി അലുക്കാസ് ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി വേറൊരു കുഞ്ഞു ഷൂട്ടും കൂടെ ബാക്കി കിടക്കുന്നുണ്ട്. അത് തിരിച്ച് ഫ്ലാറ്റിൽ ചെന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് മറ്റേ കൊടയും വടിയൊക്കെ എടുത്ത് പോട്ടെ. പിന്നെ ജീവൻ ഇവിടെ പോസ്റ്റായിരിക്കുന്നതുകൊണ്ട് ജീവൻ വളരെ ഹാപ്പിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി കാണാം കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നു ഗൈസ്, രാവിലെ 11 മണിക്ക് തുടങ്ങിയ എൻ്റെ കലാപരിപാടികൾ രാത്രി 11 മണിയോടുകൂടി പര്യവസാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ പല പല ലുക്കുകളിൽ ഈ സാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സെയിം ആയിട്ടുള്ളൂ. വള മാറി, മാല മാറി, കമ്മൽ മാറി, എല്ലാ സാധനങ്ങളും അതിനിടയ്ക്ക് ഞാൻ മാറി. അതിനിടയ്ക്ക് നെറ്റ് ചുട്ടി മാറി. ഇതൊക്കെ മാറി മാറി അതിനിടയ്ക്ക് ജോയി അലുക്കാസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തു. സ്മോക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫൈൽ വീഡിയോ ചെയ്തു. ഇതെല്ലാം ചെയ്ത് തീർത്ത് ഞാൻ വളരെ ഹാപ്പി ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞാൻ ആക്ച്വലി നമ്മൾ പറയില്ലേ, അതായത് രാവിലെ 11 മണിക്ക് തുടങ്ങി ഇപ്പോൾ രാത്രി 11 മണി വരെയുള്ള 12 മണിക്കൂറാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഒരു 7.5 മാസം ഗർഭിണിയായ ഞാൻ പണിയെടുക്കുന്നതെന്ന്. പക്ഷെ സത്യം പറയട്ടെ, നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ടയേർഡാണെന്ന് ഉണ്ടെങ്കിലും നമുക്കത് ചെയ്യാൻ തോന്നും. അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ. കാരണം ഇത്രയും നേരം ഞാൻ ബേസിക്കലി ഒരു മടിച്ചിയാണ്. ആ മടിച്ചിയായി ഞാൻ പോലും ഇത്രയും നേരം ഇരുന്ന് ഒരു മേക്കപ്പ് ചെയ്യാന്നൊക്കെ പറയണത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടപ്പോൾ വിചാരിക്കും മേക്കപ്പ് ചെയ്യുന്നതൊക്കെ എത്ര വലിയ പണിയാണോ എന്ന്. പക്ഷെ ഒരു കല്യാണത്തിനൊക്കെ ഒരുങ്ങി നിൽക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുക എന്ന് പറയണത് നല്ല ടഫായിട്ടുള്ള ടാസ്ക് അല്ലേ. അത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ നമ്മൾ റീടേക്ക് എടുക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ എല്ലാം ചെയ്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് സത്യമായിട്ടും ഒരു കഴിവാണ്. ആൻഡ് ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. അങ്ങനെ പരിപാടികളെല്ലാം തീർത്തു. വളരെ സന്തോഷകരമായി ഒരു ദിവസം കൂടി കഴിഞ്ഞു. ഒരു കുഞ്ഞു വ്ളോഗും അതിനിടയിൽ നമ്മൾ തീർത്തു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടോ? ഇനിയും ദയവ് ചെയ്ത് ഈ ഫോട്ടോഷൂട്ടുമായിട്ട് വരരുത് എന്നുള്ള ആഗ്രഹമുണ്ടോ എന്താണെന്നുള്ളത് സത്യസന്ധമായിട്ട് എഴുതണം, പറയണം. വിമർശനങ്ങളെയാണെങ്കിലും വളരെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച് ഗൈസ്, എന്നെ ഇങ്ങനെ കാണുന്നതിലും വിലയിരുത്തുന്നതിലും അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും ഒക്കെ സന്തോഷം. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് പുതിയൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.